ഒരു സ്കൂട്ടർ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് ഇന്നത്തെ കാലത്ത് പെട്രോൾ സ്കൂട്ടർ വാങ്ങിക്കണോ അതോ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കണോ എന്നുള്ളത്. ഇതിന് യഥാർത്ഥത്തിൽ പെട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്തിപ്പെടാനും പറ്റില്ല. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പെട്രോൾ സ്കൂട്ടറും ഇലക്ട്രിക് സ്കൂട്ടറും വാങ്ങുന്നത് തമ്മിലുള്ള വ്യത്യാസവും അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായി നേട്ടമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ റോഡിൽ ഓടുമ്പോഴുണ്ടാവുന്ന കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ന് അനലൈസ് ചെയ്യാം. ഐഡിയൽ കണ്ടീഷൻസ് അല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെ ആണ് വരുന്നത് ആ കണ്ടീഷൻ വെച്ച് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ ഉണ്ട്, അതുപോലെ ഹോണ്ടയുടെ ആക്റ്റീവ് ഉണ്ട്, സുസുക്കി ആക്സസ് ഉണ്ട്, പിന്നെ അതുപോലെ എൻടോർക്ക് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏകദേശം നമുക്കൊരു ഒരു ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു വില കണ്ടെത്തുന്നതിനായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് എടുത്തിട്ട് നമുക്കൊരു 1,05,000 രൂപ ഒരു പെട്രോൾ സ്കൂട്ടർ നമുക്ക് ഇപ്പോൾ വാങ്ങിക്കുമ്പോൾ ചിലവാകുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. 1,05,000 രൂപ. ഇനി ഇതേ രീതിയിൽ നമ്മൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടർ 90,000 മുതൽ അങ്ങോട്ട് മേലോട്ടൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്കൊരു സ്കൂട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല റേഞ്ച് കിട്ടുന്ന, നല്ല പവറുള്ള, എല്ലാം തികഞ്ഞ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ സ്കൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗത്തിന് അത് ഒരിക്കലും നമുക്ക് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള സ്കൂട്ടർ തന്നെ നമ്മളിവിടെ സെലക്ട് ചെയ്യണം. അതായത് ഏതർ 450X, ഓലയുടെ S1 Pro ജനറേഷൻ 2, 3 ഒക്കെ വരുന്നുണ്ട്. പിന്നെ ടി വി എസിൻ്റെ ഐക്യൂബിൻ്റെ മോഡലുകൾ. ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിന് ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് ഏകദേശം 1,90,000 രൂപ വരെ നമുക്ക് ചിലവായി വരും. അത് ലോ മോഡലുകൾ, വില കുറഞ്ഞ മോഡലുകൾ നമ്മൾ നോക്കുന്നില്ല. അത് വെച്ച് നമ്മൾ ലാഭം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ വണ്ടി വാങ്ങിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഉപകാരം വേണ്ട, ആ രീതിയിൽ നോക്കണം. അപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ 1,90,000 വരുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഒരു ഡെയിലി ഉള്ള ഓട്ടത്തിൻ്റെ കാര്യം നോക്കുക. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്തായാലും ഡെയിലി ഒരു 50 കിലോമീറ്റർ എങ്കിലും ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കും. അതിൻ്റെ താഴെ 10 കിലോമീറ്ററോ 20 കിലോമീറ്ററോ ഓടുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. അയാൾക്ക് യാതൊരു ചിന്തയുടെ ആവശ്യമില്ലാതെ നേരെ പെട്രോൾ സ്കൂട്ടർ വാങ്ങിക്കാം. അതുകൊണ്ട് ആ കാര്യം നമ്മൾ നോക്കുന്നത് ഒരു 50 കിലോമീറ്റർ ഓടുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ എക്സ്റ്റെൻഡ് വാറണ്ടി ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല സ്കൂട്ടറുകൾക്ക്, ഈ പറഞ്ഞ 1,90,000 വരെ റേഞ്ച് വരുന്ന സ്കൂട്ടറുകൾക്ക് അവർ എക്സ്റ്റെൻഡ് വാറണ്ടിയിൽ 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷം ഒക്കെ ആയിരിക്കും, വർഷം നമ്മൾ നോക്കുന്നില്ല, 80,000 കിലോമീറ്റർ വരെ ബാറ്ററിക്കൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ബാറ്ററി വാറണ്ടി, മോട്ടോർ വാറണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 80,000 കിലോമീറ്റർ ഓടാനുള്ള ഒരു എക്സ്പെൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നടത്തുന്നത്. ഇനി നമുക്ക് നേരെ കാൽക്കുലേഷനിലേക്ക് പോകാം. പെട്രോൾ സ്കൂട്ടറിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് പെട്രോൾ സ്കൂട്ടറിൻ്റെ മൈലേജ്, നമുക്ക് മൈലേജ് ഒരിക്കലും കമ്പനി പറയുന്ന മൈലേജ് ഒന്നും കിട്ടില്ല. കമ്പനി 60ഉം 55 ഒക്കെ പറയും. അതൊക്കെ ഐഡിയലാണ്. നമ്മൾ യഥാർത്ഥ കണ്ടീഷനിൽ നമ്മൾ ട്രാഫിക്കിലൂടെ ഓടിക്കും, കയറ്റുണ്ടാവും, പില്ലിയണ വെച്ചിട്ടൊക്കെ ഓടിക്കും. ഈ സമയത്ത് ഒരു സ്കൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 45 കിലോമീറ്റർ ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മൈലേജ്. ആ ഒരു മൈലേജാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ പെട്രോളിൻ്റെ പ്രൈസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു 107 രൂപ 1 ലിറ്റർ പെട്രോളിൻ്റെ പ്രൈസായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് 80,000 കിലോമീറ്റർ ഓടാനായിട്ട് 80,000നെ 45 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 1,777 ലിറ്റർ പെട്രോൾ വേണം. അങ്ങനെ നോക്കുമ്പോൾ പെട്രോളിൻ്റെ പ്രൈസ് വരുന്നത് 1,777 ഇൻറ്റു 107 നോക്കുമ്പോൾ 1,90,139 രൂപ നമുക്ക് എന്തായിട്ട് വരുന്നുണ്ട്, പെട്രോളിന് മാത്രം ചിലവാകുന്നുണ്ട്, ഫ്യൂവൽ കോസ്റ്റ് ആയിട്ട്. ഇനി ഈ സർവീസ് കോസ്റ്റ് നോക്കുക. ഈ പെട്രോൾ സ്കൂട്ടറുകൾ നോർമലി വരുന്നത് ഒരു 3,000 കിലോമീറ്റർ കൂടുന്ന സമയത്തായിരിക്കും അത് സർവീസ് ചെയ്യേണ്ടി വരിക. അങ്ങനെ നോക്കുമ്പോൾ 80,000 കിലോമീറ്റർ മൊത്തം ഓടുന്ന സമയത്ത് ഒരു 27 സർവീസ് വരും. ഈ 27 സർവീസിനും ഓരോ സർവീസിനും നമ്മൾ ആവറേജ് കൂട്ടുന്നുള്ളൂ. ഒരു 1,200 രൂപ നമ്മൾ കൂട്ടുകയാണ്. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്താണ്. ഈ ഒരു ആവറേജ് സർവീസ് കോസ്റ്റ് 1,200 നോക്കുന്ന സമയത്ത് മൊത്തം 27 സർവീസിനും കൂടെ ഒരു 32,400 രൂപ സർവീസ് കോസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്രോൾ സ്കൂട്ടറിൻ്റെ പ്രൈസ് 1,05,000, ഫ്യൂവൽ കോസ്റ്റ് 1,90,139, സർവീസ് കോസ്റ്റ് 32,400. അങ്ങനെ മൊത്തം എത്ര വരുന്നു? 3,27,539 രൂപ നമുക്ക് പെട്രോൾ സ്കൂട്ടർ
80,000 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ചിലവായി വരുന്നുണ്ട്. അതായത് ഒരു 3.27 ലക്ഷം രൂപ നമുക്ക് ഒരു 80,000 കിലോമീറ്റർ ഓടാനായിട്ട് പെട്രോൾ സ്കൂട്ടറിന് ചിലവ് വരുന്നു. ഇനി നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാര്യത്തിലേക്കാണ് നോക്കുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാര്യത്തിൽ പല മോഡുകളൊക്കെ ഉണ്ടായിരിക്കും. എക്കോ മോഡ്, സ്പോർട്സ് മോഡ്, വാർപ്പ് മോഡ്, ഹൈപ്പർ മോഡ്, ഇങ്ങനെ പല മോഡുകളും ഉണ്ടായിരിക്കും. ഏതൊക്കെ മോഡ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ എക്കോ മോഡിലും ഒന്ന് വിട്ടിട്ട് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ അതൊരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ഒരു കയറ്റം വരുമ്പോൾ അത് കയറാത്ത അവസ്ഥയ്ക്ക് വരും. അതുകൊണ്ട് നമ്മൾ നോർമൽ യൂസിന് അത്യാവശ്യം പവറുള്ള രീതിയിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പിന്നെ പില്യണയർ ബാക്കിൽ ആളെ വെക്കേണ്ടതായിട്ടും വരും, കയറ്റം ഉണ്ടാവും, പല റോഡുകളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു 50 കിലോമീറ്റർ ഓടാനായിട്ട് 2 യൂണിറ്റ് ഇലക്ട്രിസിറ്റി, 2 കിലോ വാട്ട് അവർ ഇലക്ട്രിസിറ്റിയാണ് ചിലവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഒരു 50 കിലോമീറ്റർ ഓടാൻ 2 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ചിലവാകും. ആ രീതിയിലാണ് നമ്മുടെ കാൽക്കുലേഷൻ നമ്മൾ നടത്തുന്നത്. നമുക്ക് നോക്കാം. 2 കിലോ വാട്ട് അവർ വെച്ചിട്ട് 50 കിലോമീറ്റർ ഓടാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് 80,000 കിലോമീറ്റർ ഓടാനായിട്ട് 3200 കിലോ വാട്ട് അവർ ആണ് ഇലക്ട്രിസിറ്റി, അതായത് 3200 യൂണിറ്റ് ആണ് വരുന്നത്. ഒരു യൂണിറ്റിന്റെ വില നമുക്ക് ഒരു 8 രൂപയായിട്ട് കൺസിഡർ ചെയ്യാം. പല സ്ലാബിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ ചാർജ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ആവറേജ് ആയിട്ട് ഒരു 8 രൂപ ഒരു ഇലക്ട്രിസിറ്റി പെർ യൂണിറ്റ് വരുന്നതായിട്ട് കണക്കാക്കുന്ന സമയത്ത് 3200 യൂണിറ്റിന് 8 രൂപ വെച്ച് നോക്കുമ്പോൾ 25,600 രൂപയാണ് അവിടെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി സർവീസ് നോക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ, ഇപ്പോൾ ഓലയുടെ കേസിൽ അവർക്ക് സർവീസ് ഇല്ലായിരുന്നു, ഇപ്പോൾ അവർ സർവീസിലേക്കൊക്കെ വരുന്നുണ്ട്. അത് പോട്ടെ, ഏതൊക്കെ ആവുന്ന സമയത്ത് 5000 കിലോമീറ്റർ ആകുമ്പോഴാണ് സർവീസ് ചെയ്യേണ്ടത്. അങ്ങനെ 5000 കിലോമീറ്റർ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് 80,000 കിലോമീറ്ററിലേക്ക് ഒരു 16 സർവീസ് വരും. ഈ 16 സർവീസും കൂടെ നോക്കുമ്പോൾ ഒരു 800 രൂപയാണ് ഒരു സർവീസിന് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ 12,800 രൂപ ഇലക്ട്രിക് സ്കൂട്ടർ ഒരു 80,000 കിലോമീറ്റർ ഓടുമ്പോൾ സർവീസ് ചാർജ് ആയിട്ട് വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് വെഹിക്കിൾ പ്രൈസ് നമ്മൾ 1,90,000 ആണ് പറഞ്ഞത്. ഇലക്ട്രിസിറ്റി കോസ്റ്റ് 25,600, സർവീസ് കോസ്റ്റ് 12,800. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 2,28,400 അല്ലെങ്കിൽ ഒരു 2.28 ലക്ഷമാണ് എന്ത് വരുന്നത് 80,000 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് ചിലവ് വരുന്നത്. ഇതാണ് ഏകദേശം ഒരു കാൽക്കുലേഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പെട്രോൾ സ്കൂട്ടർ ആണെന്നുണ്ടെങ്കിലും റെഗുലർ സർവീസ് ആണ്. അതിന്റെ ഇടയിൽ ചിലപ്പം ബെയറിംഗ് മാറ്റേണ്ടതായിട്ട് വരും, പല കാര്യങ്ങളും വേറെ എക്സ്ട്രാ മാറ്റേണ്ടതൊക്കെ വരും. അത് എല്ലാവർക്കും വന്നോളണമെന്നില്ല. അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കേസിലും പലർക്കും ബ്രേക്ക് പാഡ് പല രീതിയിലാണ് ലൈഫ് കിട്ടുക, ബെയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ടുള്ളത്. കാരണം അത് ജനറലി അല്ലെങ്കിൽ എല്ലാവർക്കും വരില്ല. ചില ആളുകളുടെ യൂസിനനുസരിച്ചായിരിക്കും ആ കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കുന്ന ഒരു ജനറൽ സർവീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നോക്കുന്ന സമയത്ത് പെട്രോൾ സ്കൂട്ടറിന്റെ ടോട്ടൽ കോസ്റ്റ് 80,000 ഓടാനായിട്ട് 3,27,539. ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടോട്ടൽ കോസ്റ്റ് 2,28,400. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് EV-യിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിന് 99,139 രൂപ, ഏകദേശം 1 ലക്ഷത്തോളം രൂപ എന്താണ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു 80,000 കിലോമീറ്റർ ഓടുമ്പോൾ എന്താണ് 1 ലക്ഷം രൂപയോളം നമുക്ക് EV-യിൽ സേവ് ചെയ്യാൻ സാധിച്ചു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുള്ളത് വാറണ്ടിയിൽ ഉൾപ്പെടുന്ന തരത്തിലാണ്. അതായത് മോട്ടോറിന് വാറണ്ടി വേണം, ബാറ്ററി വാറണ്ടി ഒക്കെ വേണം. ഈ 80,000 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ത് ചെയ്യണം? 80,000 കിലോമീറ്റർ കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് മിക്കവാറും ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഒരു ബാറ്ററി ചേഞ്ച് ചെയ്യാനായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറിന് നല്ലൊരു സ്കൂട്ടർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70,000 to 80,000, അറൗണ്ട് 70,000, ചിലത് 80, 85 ആവാം, ചിലപ്പോൾ 65 ആവാം. ബാറ്ററിയുടെ വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. നമുക്കൊരു 70,000 കൂട്ടാം. ഒരു 70,000 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബാറ്ററി മാറാനായിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു 80,000 കിലോമീറ്റർ ഒക്കെ ഓടിയ സമയത്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് അതിന് മോട്ടോറിനും ഒക്കെ തേയ്മാനങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് നിങ്ങൾ പുതിയൊരു ബാറ്ററി അതിലേക്ക് ഇടുക 80,000 രൂപയ്ക്ക്. നിങ്ങളത് അത്രയും ഓടിയൊരു വണ്ടിയിലേക്ക് നിങ്ങൾ വീണ്ടും ഒരു 80,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നമ്മളൊരു ഫോണ് തന്നെ, ഒരു iPhone 13 ഒക്കെ ഇപ്പോൾ പല ആളുകളതും ബാറ്ററി വീക്ക് ആയതിൻ്റെ ശേഷം അവർക്ക് പുതിയ ബാറ്ററി ഇടാൻ മടിയാണ്. അതിന് അത്യാവശ്യം വില വരും. എന്നിട്ട് ഫസ്റ്റ് കോപ്പിയൊക്കെ ആയിട്ടുള്ള ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. അതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു 5 വർഷം അല്ലെങ്കിൽ 7 വർഷം 8 വർഷമൊക്കെ കഴിഞ്ഞ് ഇതിലേക്ക് ഒരു 80,000 രൂപ മുടക്കി ഒരു ബാറ്ററി പുതിയത് വെക്കുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത്
ഇലക്ട്രിക് സ്കൂട്ടർ വാറണ്ടി പീരിയഡിൽ പരമാവധി ഓടിക്കുക, അത് കഴിഞ്ഞാൽ ആ വാഹനം ഒഴിവാക്കുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. കാരണം അതിൻ്റെ ശേഷം ബാറ്ററി റീപ്ലേസ്മെന്റ്, മോട്ടോർ ഒരു കംപ്ലൈന്റ് വന്നാൽ മോട്ടോർ റീപ്ലേസ്മെന്റ്, നല്ല പൈസ വരും. പിന്നെ അതുപോലെ തന്നെ മോട്ടോർ കൺട്രോൾ യൂണിറ്റ്, ഇങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെ പെട്രോൾ സ്കൂട്ടറിന്റെ ഒരു ചെറിയ പാർട്സ് മാറ്റുന്ന പോലെ അല്ല, വലിയ വിലയാണ് അതിന് വേണ്ടി വരിക. അതുകൊണ്ട് വാറണ്ടി പീരിയഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ EVക്ക് ഒരു 1,00,000 രൂപ നമുക്ക് ലാഭം വരുന്നുണ്ട്. അത്രയും ഓടിച്ചു കഴിഞ്ഞിട്ട് EV എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പിന്നെയും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു EV വാങ്ങിക്കുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി. വീണ്ടും വലിയൊരു മുതൽ മുടക്ക് EVയിലേക്ക് നടത്തുന്നത് ലാഭകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പെട്രോൾ സ്കൂട്ടർ നമുക്ക് 80,000 ഓടിക്കഴിഞ്ഞാൽ അത് വീണ്ടും വിൽക്കാം. അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ചെറിയൊരു പൈസ, ഒരു വാങ്ങിയതിന്റെ ഒരു 30% നമുക്ക് വിറ്റ് നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലാണ് നമ്മൾ ഇതിന്റെ റിയൽ ലൈഫിൽ കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുക. ഈ രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിന്റെ ശേഷം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അങ്ങനെയുള്ള ഒരു വാഹനം നിങ്ങൾ സെലക്ട് ചെയ്യുക. അല്ലാതെ ഒരു കമ്പനി പറയുന്ന 140 റേഞ്ച് പറഞ്ഞാൽ ആ 140 റേഞ്ച് ഒന്നും വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. അതൊന്നും ഒരിക്കലും കിട്ടില്ല. റിയൽ ലൈഫിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം എന്ത് ചെയ്യുക, വാഹനങ്ങൾ കമ്പയർ ചെയ്യുക. അതിന്റെ ശേഷം നിങ്ങൾ വേണോ വേണ്ടോ എന്നുള്ളതിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.